ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഇഡിയംസിലെ 10 ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ? ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോലീസ് സെർച്ച്ഡ് ഫോർ ദ thief for days but it turned out to be dash. ഓക്കെ, പോലീസ് കള്ളന്മാരെയൊക്കെ സെർച്ച് ചെയ്തു, പക്ഷേ അതെന്തായി മാറി? ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സെൻസ്, അതായത് ചെയ്ത കാര്യം എന്താണ്, നമുക്ക് സക്സസ്ഫുൾ ആയില്ല എന്ന് പറയുന്ന ഒരു ഇഡിയം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് അല്ലേ, എ വൈൽഡ് ഗൂസ് ചേസ്. ഓക്കെ, അപ്പോൾ ഈ ഗൂസിനെ ചേസ് ചെയ്തത് നമുക്ക് അതൊരു സക്സസ് ആകണമെന്നില്ല, അതൊരു ഫ്യൂട്ടൈൽ എഫേർട്ട് ആകാം. അപ്പോൾ ആ ക്വസ്റ്റിന് ആപ്റ്റായിട്ടുള്ള ആൻസർ എ വൈൽഡ് ഗൂസ് ചേസ്. ബാക്കിയുള്ള ഓപ്ഷൻസും നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ വൈൽഡ് ഗൂസ് ചേസ്, എ ഫ്യൂട്ടൈൽ ഓർ യൂസ്ലെസ് സെർച്ച്. കോൾഡ് ഫീറ്റ്, ടു ബിക്കം നെർവസ് ഓർ ഫ്രൈറ്റൻഡ്. നമ്മൾ പേടിച്ച് നമ്മുടെ ശരീരമൊക്കെ തണുത്തു പോകാറുണ്ടല്ലേ, അപ്പോൾ അതാണ് ആ ശൈലി, ടു ബിക്കം നെർവസ് ഓർ ഫ്രൈറ്റൻഡ്. ഓൾ ഗ്രീക്ക് ടു മീ, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ഏത് ശൈലി ഉപയോഗിക്കാം? ഓൾ ഗ്രീക്ക് ടു മീ. ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, വർക്ക് ഹാർഡ് ലേറ്റ് നൈറ്റ്. ഓക്കെ, അർദ്ധരാത്രിയൊക്കെ എന്ത് ചെയ്യുക, വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് അല്ലേ, വിളക്കിൻ്റെ വെട്ടത്തിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും റെഡിയായി വന്നൊരു ഇഡിയമാണ് ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ക്ലിയർ? അപ്പോൾ 4 നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The issue of corruption is like dash in the parliament. Nobody wants to deal with it. Issue of corruption, അതൊക്കെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള, ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്നർത്ഥം വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ്, ഹോട്ട് പൊട്ടാറ്റോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഒന്ന് പഠിക്കാം. അപ്പോൾ ഹോട്ട് പൊട്ടാറ്റോ, എ കോൺട്രവേഴ്ഷ്യൽ ഓർ സെൻസിറ്റീവ് ഇഷ്യൂ. അടുത്തത് കട്ട് കോർണേഴ്സ്, വെൻ സംതിങ് ഈസ് ഡൺ ബാഡ്ലി ടു സേവ് മണി. ചില ആൾക്കാർ എന്ത് ചെയ്യും അല്ലേ, കാശ് സേവ് ചെയ്യാനായിട്ട് കട്ട് ദ കോർണേഴ്സ്. അപ്പോൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പ്രോസ് ആൻഡ് കോൺസ്, ഫോർ ആൻഡ് എഗൻസ്റ്റ് എ തിങ്. ഓക്കെ, അത് ചില കാര്യങ്ങൾക്ക് അതിൻ്റെ ചീത്ത വശങ്ങളും നല്ല വശങ്ങളും ഉണ്ടാകും, അതാണ് പ്രോസ് ആൻഡ് കോൺസ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അത് നമുക്കറിയാം റെയർലി ആയിട്ട് ആണ് അല്ലേ, ഐഡിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. They submitted the project just before the deadline. Okay, they submitted the project dash just minutes before. അവസാന നിമിഷത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് അറ്റ് ദ 11th hour അല്ലെ, അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് ഒക്കെ ആണെങ്കിൽ അതാണ് ആ ഒരു ശൈലിയുടെ മീനിങ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് പഠിക്കാം. ഇൻ കോൾഡ് ബ്ലഡ്, വിത്തൗട്ട് ഫീലിംഗ് ഓർ മേഴ്സി. ഓക്കെ, ചില കൊലപാതകങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, കോൾഡ് ബ്ലഡഡ് മർഡർ, അതായത് ഒരു മേഴ്സി, ഒരു ദയവും ഇല്ലാതെ ചെയ്യുന്നത്. അറ്റ് ദ 11th hour നമ്മൾ പഠിച്ചു, അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. സ്മെൽ എ റാറ്റ്, എന്തോ ചീഞ്ഞ് നാറുന്നു അല്ലേ, ആ ശൈലിയാണ് ടു സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതാണ് സ്മെൽ എ റാറ്റ്. ബ്രേക്ക് ദ ഐസ്, നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറ്റുക. നമ്മളൊരു ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, റിമൂവിങ് ദ ഇനിഷ്യൽ ഹെസിറ്റേഷൻ അല്ലേ, അതിനെയാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ദ ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ റിയലി ഡാഷ് എവരി വൺ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ക്ലിയർലി. ടീച്ചർ വളരെ വിശദമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു, എക്സാക്റ്റായിട്ട് ആ പോയിൻറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റുന്നത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡാണ്. ഓക്കെ, അതായത് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്നർത്ഥം. ഓക്കെ, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ടു സേ ദ എക്സാക്ട് പോയിൻറ്റ്. ദെൻ ഹിറ്റ് ദ സാക്ക്, അത് നമുക്ക് ഉറക്കം വരിക അല്ലെങ്കിൽ ബെഡിലേക്ക് പോവുക എന്നുള്ള ശൈലിയാണ്. കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് ടു ഹോപ്പ് ഫോർ ഗുഡ് ലക്ക്. ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ് ലൈ. അപ്പോൾ ചില കാര്യങ്ങൾ അതിനെ അങ്ങ് നമ്മൾ ഈ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിലിടണ്ട എന്ന് പറയുന്നൊരു രീതിയാണ്. സ്റ്റോപ്പ് ഡിസ്കസിങ് ദ ഇഷ്യൂ, ആ വിഷയം തന്നെ സംസാരിക്കുന്ന അത് നല്ലതല്ല എന്നുള്ള ടു ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. ഓക്കെ, അടുത്ത ചോദ്യം. ഡോണ്ട് ഡാഷ്, ഇറ്റ്സ് ഓൾറെഡി ഡൺ ആൻഡ് കാൺട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, അതായത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, കരഞ്ഞിട്ട് കാര്യമില്ല, അത് സംഭവിച്ചത് സംഭവിച്ചു. അപ്പോൾ ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക് ആണ് ആ ശൈലി.
ഓക്കെ, ആ ഇഡിയം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക് വെൻ യു കംപ്ലെയിൻ അബൌട്ട് എ ലോസ് ഫ്രം ദ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിലുള്ളൊരു കാര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലെയിൻ ചെയ്തിരുന്ന രീതിയാണ് ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക്. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ, ജോയിൻ എ പോപ്പുലർ ട്രെൻഡ്. ഓക്കെ, കീപ് യുവർ ചിൻ അപ്പ് ടു റിമൈൻ ജോയ്ഫുൾ ഇൻ ടഫ് സിറ്റുവേഷൻ, ബ്രേക്ക് എ ലെഗ്, ഗുഡ് ലക്ക്. ഓക്കെ, അപ്പോൾ ഒരാളെ ഗുഡ് ലക്ക് നമ്മൾ വിഷ് ചെയ്യുന്നതാണ് ബ്രേക്ക് എ ലെഗ് എന്നുള്ള ശൈലി. അതുപോലെ നമ്മുടെ താടി മുകളിലോട്ട് ചിൻ, നമ്മൾ വളരെ പ്രൗഡായിട്ടിരിക്കുക, അതായത് നമ്മൾ ഏതൊരു സിറ്റുവേഷനും അല്ലേ ധൈര്യത്തോടെ ഫേസ് ചെയ്യുക. അതുപോലെ ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ, നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ട്രെൻഡിനനുസരിച്ച് നിൽക്കുക, ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, വെൻ ഹി ഗോട്ട് പ്രൊമോഷൻ ഹി വാസ് ഡാഷ് വിത്ത് ഹാപ്പിനെസ്. ഓ, സന്തോഷം കൊണ്ട് അല്ലേ അവൻ ചന്ദ്രൻ്റെ മുകളിൽ കൂടെയും പറക്കുന്നു. അപ്പോൾ ഓവർ ദ മൂണാണ് അല്ലേ, ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സന്തോഷമാണെങ്കിൽ ആ ശൈലിയാണ് ഓവർ ദി മൂൺ. ഓർത്ത് വെക്കുക. അടുത്തത് നമുക്ക് അതിലുള്ള ഓപ്ഷൻസ് ഒന്ന് പഠിക്കാം. കോട്ട് റെഡ് ഹാൻഡഡ്, ടു ബി ഡിസ്കവേർഡ് അറ്റ് ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് റോങ് അല്ലേ, കയ്യോടെ പിടിക്കുക, അതാണ് കോട്ട് റെഡ് ഹാൻഡഡ്. അണ്ടർ ദ വെദർ, ഫീലിംഗ് സ്ലൈറ്റ്ലി ഇൽ ഓർ അൺവെൽ, നമുക്കത്ര സുഖമില്ലാത്തൊരു കണ്ടീഷനാണ് അല്ലെ, നമുക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വയ്യ എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അണ്ടർ ദ വെദർ. ഇൻ ഹോട്ട് വാട്ടർ, ടു ബി ഇൻ ട്രബിൾ അല്ലേ, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ തന്നെ ചെന്ന് ചാടുന്നതിനാണ് ഇൻ ഹോട്ട് വാട്ടർ. ഓവർ ദ മൂൺ, എക്സ്ട്രീംലി പ്ലീസ്ഡ് ഓർ ഡിലൈറ്റഡ്. ഓക്കെ, ക്ലിയർ. ഐ ഡോണ്ട് ഗോ ടു ദ സിനിമ ഓഫൺ, ഓൺലി ഡാഷ്, ഞാൻ സ്ഥിരമായി പോകാറില്ല, വളരെ അപൂർവമായിട്ട്. നമ്മൾ പഠിച്ചതല്ലേ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല, അപൂർവമാണ്. ഓക്കെ, അപ്പോൾ പുള്ളി സിനിമയ്ക്ക് പോകുന്നതും വളരെ അപൂർവമായിട്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് പഠിക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, റെയർലി. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. ഓക്കെ, മരിക്കുക, കിക്ക് ദ ബക്കറ്റ്. എ ഡൈം എ ഡസൻ, വെരി കോമൺ, വളരെ കോമൺ ആയിട്ടുള്ളത് ഡൈം എ ഡസൻ. ഓൺ തിൻ ഐസ്, റിസ്കി സിറ്റുവേഷൻ, ഒരു നേർത്ത ഐസ് പാളി നമുക്ക് എപ്പോഴും വേണമെങ്കിലും അത് പൊട്ടാം അല്ലേ, റിസ്കി സിറ്റുവേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ പ്രിറ്റൻഡഡ് ടു ബി സാഡ് ബട്ട് ഹർ ടിയേഴ്സ് വെയർ നത്തിങ് ബട്ട്, നമുക്കറിയാം അല്ലേ, കപടമായിട്ടുള്ള കരച്ചിലിനെ നമ്മൾ പറയുന്നതാണ് ക്രോക്കോഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീര്. യെസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് പഠിച്ചാലോ. അപ്പോൾ ക്രോക്കോഡൈൽ ടിയേഴ്സ് ഇൻസിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തി ആണ്. ഓക്കെ, ക്രോക്കോഡൈൽ ടിയേഴ്സ് പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമ്മുടെ അടുത്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് കപടമാണ്. ഓക്കെ, അടുത്തത് ബാർക്കിംഗ് ഓൺ ദ റോങ് ട്രീ. നമ്മൾ ചില തെറ്റായിട്ടുള്ള നിഗമനങ്ങളിലൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ഒരു ഇഡിയമാണ് ബാർക്കിംഗ് ഓൺ ദ റോങ് ട്രീ. അടുത്തത് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, റിവീൽ എ സീക്രറ്റ്, രഹസ്യം പുറത്താകുക. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അതുപോലെ പറയാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് സ്പിൽ ദ ബീൻസ്. ഓക്കെ, നെക്സ്റ്റ് ബൈറ്റ് ദ ബുള്ളറ്റ്, ഫേസിങ് എ പെയിൻഫുൾ സിറ്റുവേഷൻ ബ്രേവ്ലി. അതായത് ഈ ഒരു ഇഡിയമിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ അനസ്തീഷ്യ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മെഡിസിൻ നമ്മുടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ സമയത്ത്. പക്ഷേ ആ വേദന സംഹാരി കണ്ടുപിടിക്കുന്നതിന് മുന്നേക്ക് ഈ പട്ടാളക്കാർ സർജറി ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക, ബോധത്തോടെയാണല്ലോ ചെയ്യുന്നത്. അവരുടെ മുറിവ് കുത്തിത്തയ്ക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികളിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, സ്റ്റിച്ച് ഇടുമ്പോൾ ഒരു ബുള്ളറ്റ് കൊടുക്കുക ആ ഒരു രോഗിക്ക് കടിച്ചു പിടിക്കാനായിട്ട്, ആ പെയിൻ ഒന്ന് എന്ത് ചെയ്യാനാണ്, ഒന്ന് സഹിക്കാനായിട്ട്. അപ്പോൾ ഓർക്കുമല്ലോ, ബൈറ്റ് ദ ബുള്ളറ്റ്, ഫേസ് എ പെയിൻഫുൾ സിറ്റുവേഷൻ ബ്രേവ്ലി. ഓക്കെ, നെക്സ്റ്റ് ദ ഹോസ്റ്റ് ടോൾഡ് എ ഫണ്ണി സ്റ്റോറി ടു ഡാഷ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പാർട്ടി. നമ്മൾ പറഞ്ഞു ഒരു പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊക്കെ ചില ആൾക്കാർ ആങ്കേഴ്സൊക്കെ എന്ത് ചെയ്യും, തമാശയൊക്കെ പറയുന്ന ഒരു രീതിയാണ് ബ്രേക്ക് ദ ഐസ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് പഠിക്കാം. ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് എന്താണെന്നൊന്നും കൂടെ നോക്കാം. റിമൂവിങ് ദ ഇനിഷ്യൽ ഹെസിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് അത് നമ്മൾ പഠിച്ചു. ലയൺസ് ഷെയർ ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് സംതിങ് അല്ലേ, അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഭാഗം. ഓക്കെ, അതുപോലെ
കട്ട് ദ ചേസ്, ഗെറ്റ് ടു ദ പോയിൻറ്റ്, എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം അങ്ങ് പറയുന്നതിനെയാണ് കട്ട് ദ ചേസ് എന്ന് പറയുന്നത്. എ പീസ് ഓഫ് കേക്ക്, സംതിങ് വെരി ഈസി, നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് ഇഡിയം ഉപയോഗിക്കാം? എ പീസ് ഓഫ് കേക്ക്, ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, ഇഡിയം ഒക്കെ പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു പീസ് ഓഫ് കേക്ക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബി കെയർഫുൾ ലെസ്റ്റ് യു ഡാഷ്. ഓക്കെ, ലെസ്റ്റ് യു കുഡ് ബി ഇൻ, ലെസ്റ്റ് യു വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി ഷുഡ് ആണ് അല്ലേ? യു ഷുഡ് ബി ഇൻ ട്രബിൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇഡിയം എടുക്കുകയാണെങ്കിൽ ശരി ഉത്തരം ഇവിടെ ആപ്റ്റായിട്ട് വരുന്നത് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ ആണ് കേട്ടോ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഒരു ട്രബിളിലേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ ടു ഫൈൻഡ് വൺ സെൽഫ് ഇൻ ട്രബിൾ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ഭയങ്കര മഴ, വളരെ ശക്തമായ മഴയാണ്. ഹെവി റെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ചില ആൾക്കാരിങ്ങനെ മൂക്കിൽ നേരെ തൊടത്തില്ല, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞേ തൊടത്തുള്ളൂ അല്ലേ? ടു അവോയ്ഡ് ഡയറക്ട്ലി അഡ്രസ്സിങ് ദ ഇഷ്യൂ. ആൻഡ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്, സംതിങ് വെരി എക്സ്പെൻസീവ്. അതായത് ഇതിൻ്റെ ഒരു പിന്നിലുള്ള കഥയെന്ന് പറയുന്നത്, ഈ പണ്ട് കാലത്ത് നമ്മുടെ ഫോട്ടോ അതുപോലെ ക്യാമറയൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ ക്യാൻവാസിലാണല്ലോ വരയ്ക്കുന്നത്. അപ്പം മുഖം വരയ്ക്കുന്നതിന് ഇത്ര രൂപ കൂടുതലാവും കൈയും കാലും വരയ്ക്കുന്നതിന്. അപ്പം അങ്ങനെ വന്നൊരു ശൈലിയാണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകൾ വൊക്കാബുലറി സെക്ഷനും അതുപോലെ ഗ്രാമറും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.